ഹായ് ഗായ്സ് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ കേവിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. എടാ പോടാ, പുറത്ത് വെള്ളക്കെട്ട്. ഗായ്സ്, ഓ ഷിറ്റ് ഗായ്സ്, again അയൺ മഴ. ഗായ്സ്, ഈ വെള്ളം എനിക്കൊന്ന് പൂട്ടിക്കണമല്ലോ, ഇല്ലെങ്കിൽ എനിക്കിട്ട് പണിയത്. ഞാൻ തിരിച്ചു പോകുമ്പം again വെള്ളം, ആ വെള്ളവും കൂടെ പൂട്ടിയേക്കാം. ആ വെള്ളമൊക്കെ തീർന്ന്. അവിടെ ഇങ്ങനെ ഗൈസ്, വേറെ സോമ്പടിയൊക്കെ സൗണ്ട് കേൾക്കുന്നു. ഇപ്പം ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വീണാൽ ഞാൻ കത്തും. അത് കാരണം ഉള്ള അയനും കണ്ട സാധനമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവാണ്. ഉള്ള അയണല്ല, ഈ ഒരു പരിസരത്തുള്ള ഇത് തോടാ. ഇതിൻ്റെ സെൻറ്ററിൽ ഇത് പെട്ട് കിട്ടിയ വെള്ളം നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ കിട്ടിയ വെള്ളം നിൽക്കും. ഗൈസ്, കോൾ ചെയ്യാനോ? അതിൻ്റെ അടിയിൽ എന്നാ കിണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. അത് കാരണം മാത്രം ഞാൻ ഇവിടെയൊക്കെ ഞാൻ അയം കണ്ടായിരുന്നല്ലോ. ഓ ബൂം, ഇത്ര പേടിക്കണ്ട. ഇനി തിരിച്ചു വേണ്ടി വരും. ഇവിടെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കൊള്ളാനോ കാണാം. അവിടെ നല്ല അപ്പോൾ വെള്ളം വരുന്നു. ഞാൻ ഇറങ്ങി വന്ന വഴി ഏതൊക്കെയല്ലോ എനിക്കറിയത്തില്ല. കോൾ 64 എടുക്കട്ടെ. ഇല്ല, കാര്യം നടക്കത്തില്ല. അതൊക്കെ കൃത്യം 64 എടുക്കാം. ഒരെണ്ണം കൂടെ വേണം. ധാരാളം ലയിച്ചതാ. ഈ ലൈറ്റ് ഏത് വഴിയുള്ള ലൈറ്റ്? ഇതുവഴിയാണോ തോന്നുന്നു ഞാൻ വന്ന വഴി അറിയത്തില്ല. അത് നന്നായിട്ടുണ്ട്. ഇവിടെയും കണ്ട ഞാൻ വന്നിറങ്ങി. വൗ, അഗൈൻ അയൺ. എത്രയാണായി? 50 അയണായി.
ഇഷ്ടം പോലെ ഇല്ല. മറ്റേ സ്പോണറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കഞ്ചാവും മറ്റതും അടിക്കുന്നവന്മാരെ പോലെ അല്ല ഉള്ളോടിക്കുന്നവര് തമ്മിലുള്ള ഇത് പുല്ലുണ്ട്, സീലുണ്ട്. ആവശ്യമില്ല, പക്ഷെ സോമ്പിയുടെ ഇറച്ചിയുണ്ട് ഇഷ്ടം പോലെ. തിന്നാൻ പറ്റുന്ന ഏതാണ് ഞാൻ എടുക്കുവായിരുന്നു. ഇതൊക്കെ പൊട്ടിക്കായിരുന്നു എൻ്റെ ലൈറ്റ്. പന്നി കൊട്ടാലെ ചേർക്കാൻ ഇതൊക്കെ ഇഷ്ടം പോലെ അയൺ കിട്ടി, ഒരു സാടൽ കിട്ടി. ഫുഡ് ഫുള്ളാക്കട്ടെ. കുറച്ച് സോമ്പി ഇറച്ചി. കൾപ്രിറ്റ്. ഞാൻ പെട്ടു. ഇപ്പം അയൺഡോക്ക് എടുത്ത് വെച്ചേനെ. മാങ്ങാത്തിൽ രാത്രിയാണോന്നും അറിയത്തില്ല, പകലാണോന്നും അറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ ലൈറ്റ് പൊട്ടിച്ച് ചെല്ലുമ്പോൾ ഞാൻ വന്ന സ്ഥലം കിട്ടും. ഞാൻ ഓർക്കുന്നുണ്ട്, വന്ന സ്ഥലത്ത് നല്ല രീതിക്ക് ഇതുണ്ടായിരുന്നു അല്ലേ, വെള്ളം നല്ല രീതിക്കുണ്ടായിരുന്നു. ഇതെന്തൊരിതാണ് ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ റോബ്ലോക്സിൽ റാൻഡത്തിനെയും ഇവരെയൊക്കെ കോൾ വിളിച്ചുകൊണ്ട് ഗെയിം തെറാപ്പിസ്റ്റ് സംസാരിക്കത്തില്ല, അതെങ്ങനെയാണെന്ന്? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുമായിട്ട് കോൾ വിളിച്ചുകൊണ്ട് സംസാരിക്കുക, ജസ്റ്റ് ഒരു വീഡിയോ ഇടാൻ വേണ്ടി നോക്കി, ബട്ട് അത് നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്നാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കേണ്ടി വരും ഇനിയിപ്പോൾ. നീ ഇതാരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? ഈ ജോർജ് സാറിനെയോ? ഞാനിപ്പോൾ ഈ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നീ ഈ ജോൺ സാറിനെ അറിയാനുണ്ടടാ. ഗൈസ്, ഫുട്ബോളിൻ്റെ ഇതൊക്കെ നടക്കുമല്ലേ, നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണെന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, ഐ ആം മെസ്സി. ഞങ്ങളിവിടെ വലിയ 35 അടിയുടെയും 32 അടിയുടെയും ഒക്കെ കട്ടൗട്ടും ഫ്ലെക്സൊക്കെ അടിച്ച് ഫ്ലോ അങ്ങ് പോയി. ഫ്ലോയിൽ മെസ്സിയുടെ കാര്യം റൊണാൾഡോയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു കൊച്ചു.
ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ. അയ്യോ, എൻ്റെ സ്റ്റീൽ കിടക്കുക ദൈവങ്ങളെ, ഇതെന്തൊരിതാണിത്. ഇപ്പം എൻ്റെ ഉള്ള ജീവൻ പോകണ്ടേ ആയിരുന്നു ആർക്കെങ്കിലും. ബട്ട് എന്തോ ഭാഗ്യം കാരണം എന്തോ ഉണ്ട്, എന്തോ ഭാഗ്യം കാരണം എന്തോ എന്തെങ്കിലും ഇഷ്ടം പോലെ അയാൾ. അയ്യോ, വഴിയടഞ്ഞു പോയല്ലോ. ശാശി പൂരിതാനാ ഗൈസ്. എൻ്റെ പിക്കാക്സ് ഏതൊക്കെയും പൊട്ടിയെല്ലാം കഴിഞ്ഞു. പുറത്തിറങ്ങാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കയ്യിലാണെങ്കിൽ അയണും നല്ല കുറേ ഉണ്ട്. ലാമ്പിന് ലാമ്പുണ്ട്. ഇനി ഇറങ്ങുന്നേന്ന് തന്നെ ഇതുവഴി എന്നല്ല, ഞാൻ വന്ന വഴി ഓർക്കുന്നില്ലെങ്കിലും എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ഞാനൊരു വെള്ളക്കെട്ട് ഓർക്കുന്നുണ്ട്. ഇതുവഴി അപ്പം മേളിലേക്കാണ് പോകേണ്ടത്, അങ്ങോട്ടാണ് പോകേണ്ടത്. ഹെൽമെറ്റും കിട്ടി ഗൈസ്. അങ്ങനെ ഫുൾ ആർമേഡ് ആൻഡ് ഷീൽഡ് ആൻഡ് അയൺ ഐറ്റംസ് വിത്ത് ഓൾ ഐറ്റംസ് ആർ കൊണ്ട് ഞാൻ പോവാണ് ഗൈസ്. അതും അയണിൻ്റെ ഒരു പിക്ചേഴ്സൊന്നും അല്ല. എനിക്കിവിടെ നിന്ന് കുഴിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കുഴിക്കുന്നുണ്ട്.
ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കളി തുടങ്ങിയെടുത്താണ് ഒന്ന് ഇറങ്ങിയ. ഒരു ഷീപ്പിനെ കൂടെ കിട്ടുവാണെങ്കിൽ ഒരു ബെഡ് ഉണ്ടാക്കാം. എൻ്റെ ബെഡ് മറ്റേ സ്പോൺ പോയിൻ്റ് അപ്പുറത്തെ പറമ്പിലും കൊണ്ടാ. അപ്പുറത്തെ പറമ്പിലൊന്നും അല്ലെന്ന് തോന്നി. ഒരിക്കലും കയ്യിൽ ആവശ്യമില്ലാത്തത്. ഗൈസിന് തൽക്കാലം വില്ലേജ് ഒന്നും കിട്ടാത്ത കാരണം ചുമ്മാ കുറച്ച് കട്ട വെച്ച് വീട് കെട്ടാം. അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു ഗെയിമിൻ്റെ ഇതിടുന്നുണ്ടെങ്കിൽ വല്ല ഇതുമായിരുന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് കണ്ണി കാണുന്നത് വല്ല സ്പൈഡറും കിട്ടിയായിരിക്കും. എനിക്കത് താല്പര്യമില്ല. അത് കാരണമേ ഒരു ഡോറ് കാണല്ലോ. ആ ദിവസം തന്നെ 64 ഇത് എല്ലാം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോകണം. ബാക്ക്ഗ്രൗണ്ട് സോങ് കേട്ടോ ഗൈസ്. ഇതെനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയാത്ത കാരണം എൻ്റെ ചേട്ടായി ബാക്കിൽ നിന്ന് ഫോൺ നോക്കുന്നത്. റീസ്പോൺ പോയിന്റ് വെച്ചു. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിക്കുന്നു. ബൈ ബൈ, സീ യു.